വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കൺജക്ഷൻ ആണല്ലേ. അതിലെ ഒരു കൺജക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ എന്നുള്ള കൺജക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാണാത്തവർ തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോ കാണാം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് എന്നുള്ള കൺജക്ഷനാണ്. വളരെ സിമ്പിളാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺജക്ഷനും കൂടിയാണ് അല്ലേ. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൻഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രണ്ട് സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിക്കാനാണ് പൊതുവേ നമ്മൾ കൺജക്ഷൻ യൂസ് ചെയ്യുന്നത്. എന്നാൽ ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് പ്രവർത്തികൾ, രണ്ട് വ്യക്തികൾ, അതുപോലെ എന്തെങ്കിലും രണ്ട് കാര്യങ്ങൾ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം. ഞാനും അവളും, അതും ഇതും, അവനും അവളും, ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. ഞാനും അവളും ഇന്നലെ വന്നതാണ്. ഞാനും അവളും ഇന്നലെ വന്നതാണ്. ഐ ആൻഡ് ഷീ, അല്ലെങ്കിൽ ഷീ ആൻഡ് ഐ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വെച്ചിട്ടൊരു കുഴപ്പമില്ല. ഷീ ആൻഡ് ഐ കെയിം യെസ്റ്റർഡേ. ഷീ ആൻഡ് ഐ കെയിം യെസ്റ്റർഡേ. ഐ ആൻഡ് ഷീ കെയിം യെസ്റ്റർഡേ, ഇങ്ങനെയൊക്കെ പറയാം. എന്താണ് നമ്മൾ രണ്ട് വെർബാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കൺജക്ഷനായ ആൻഡ് യൂസ് ചെയ്യണം. ഇനി നെയിം ആണെങ്കിൽ സബ്ജക്റ്റ് ആണെങ്കിൽ അതിനിടയിൽ നമ്മൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഞാൻ നാരങ്ങയും മുന്തിരിയും വാങ്ങി. ഒന്നല്ല, രണ്ട് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ നാരങ്ങയും മുന്തിരിയും വാങ്ങി, കഴിഞ്ഞു പോയതാണ്. ഐ ബോട്ട്, ഞാൻ വാങ്ങി. ഓറഞ്ചസ് ആൻഡ് ഗ്രേപ്സ്. ഓറഞ്ചസ് ആൻഡ് ഗ്രേപ്സ്. അപ്പോൾ ഇവിടെ രണ്ട് ഫ്രൂട്ട്സ് ആണ് പറഞ്ഞത് നമ്മൾ അല്ലേ. നേരത്തെ രണ്ട് സബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടെ രണ്ട് ഫ്രൂട്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ഐ ബോട്ട് ഓറഞ്ചസ് ആൻഡ് ഗ്രേപ്സ്. ഓക്കെ, നെക്സ്റ്റ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും പുറത്തു പോയിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തുക്കളും പുറത്തു പോയി, അല്ലെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും പുറത്തു പോയിരുന്നു എന്ന് തന്നെയായാലും കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. സോ എങ്ങനെ പറയും? ഇവിടെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും എന്നുള്ളതാണ് നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ടത് അല്ലേ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വെൻറ്റ് ഔട്ട്. മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സുകൾ, എൻ്റെ സുഹൃത്തുക്കൾ. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ അല്ലേ. അല്ലെങ്കിൽ ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് എന്ന് പറയാം. അതിനേക്കാളും ഒന്നുകൂടി ബെറ്റർ ആയത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും എന്ന് പറയുമ്പോൾ മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ വെൻറ്റ് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ്. ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ ബസ്സിലും ഓട്ടോയിലും കയറി. ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ ബസ്സിലും ഓട്ടോയിലും കയറി. ഇവിടെ രണ്ട് വാഹനങ്ങളാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ. യെസ്റ്റർഡേ വെൻ വി വെന്റ് ടു കോഴിക്കോട്. യെസ്റ്റർഡേ വെൻ വി വെന്റ് ടു കോഴിക്കോട്, ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് പോയപ്പോൾ. ബസ്സിലും ഓട്ടോയിലും കയറി എന്നുള്ളത് നമുക്ക് പല രീതിയിലും പറയാം കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കയറി എന്നാണ്. ഗോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കയറി എന്നാണ്. ഇനി വേറൊരു കൂടി നമുക്ക് പറയാം. കാരണം നമ്മൾ ബസ്സിലും ഓട്ടോയിലും യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ട്രാവൽഡ് എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ യെസ്റ്റർഡേ വെൻ വി വെന്റ് ടു കോഴിക്കോട് വി ടുക്ക് എ ബസ് ആൻഡ് ആൻ ഓട്ടോ അല്ലേ. വി ടുക്ക് എ ബസ്, ഞങ്ങൾ ബസ്സിലും കയറി. ആൻഡ് ആൻ ഓട്ടോ, ഓട്ടോയിലും കയറി. ഇനി ഈ സെന്റൻസ് എങ്ങനെ പറയാമെന്നറിയോ? യെസ്റ്റർഡേ വെൻ വി വെന്റ് ടു കോഴിക്കോട് വി ടുക്കിന് പകരം നമുക്കവിടെ ഗോട്ട് ഓൺ എന്ന് യൂസ് ചെയ്യാം. ഗോട്ട് ഓൺ എ ബസ് ആൻഡ് ആൻ ഓട്ടോ എന്ന് പറയാം. അല്ലെങ്കിൽ ഈ ഗോട്ട് ഓണിന് പകരം നമുക്ക് ട്രാവൽഡ് എന്ന് പറയാം അല്ലേ. ഒക്കെ പാസ്റ്റ് ആണ്. കയറി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പാസ്റ്റ് ആണ്. അപ്പോൾ ട്രാവൽഡ് എ ബസ് ആൻഡ് ഓട്ടോ എന്ന് പറയാം. അപ്പോൾ ഇത് മൂന്ന് തരത്തിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആൻഡ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ടുക്ക് എടുക്കാം, ഗോട്ടോൺ എടുക്കാം, ട്രാവൽ എടുക്കാം. ഓക്കെ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചായയും സ്നാക്കും കഴിച്ചു. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചായയും സ്നാക്കും കഴിച്ചു. ഇവിടെ കഴിച്ച രണ്ട് വസ്തുക്കളെയാണ് നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ടത്. എങ്ങനെ പറയൂ? വെൻ ഐ കെയിം ഫ്രം ദ ഓഫീസ്. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഹാഡ് യൂസ് ചെയ്തത് എന്താണ്? കഴിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെൻ ഐ കെയിം ഫ്രം ദ ഓഫീസ്, വെൻ ഐ കെയിം ഫ്രം ദ ഓഫീസ് ഐ ഹാഡ് ടീ ആൻഡ് സ്നാക്സ്.
ഓക്കെ, നെക്സ്റ്റ് രണ്ട് സെന്റൻസ്, അതായത് അവൾ വന്നു എന്നെ കണ്ടു, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. പല സെന്റൻസുകളിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവൾ വന്നു ഒരു സെന്റൻസ് ആണ്, എന്നെ കണ്ടു രണ്ടാമതൊരു സെന്റൻസ് ആണ്. അപ്പൊ ഇവയെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആൻഡ് യൂസ് ചെയ്യാം. അവൾ വന്നു, ഷീ കെയിം ആൻഡ് സോ മീ, എന്നെ കണ്ടു. ഓക്കെ, അപ്പോൾ ഷീ കെയിം ആൻഡ് സോ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വന്നു എന്നെ കണ്ടു. ഷീ കെയിം ആൻഡ് സോ മീ. അപ്പൊ അവിടെ നമ്മൾ ആൻഡ് യൂസ് ചെയ്തു. നെക്സ്റ്റ്, ഞാൻ കുട്ടിയെ കുളിപ്പിച്ചുറക്കി. ഞാൻ കുട്ടിയെ കുളിപ്പിച്ച് ഉറക്കി. രണ്ട് വെർബുകൾ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കിവിടെ കൂട്ടി യോജിപ്പിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കുട്ടിയെ കുളിപ്പിച്ചു ഉറക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ ഏത് കുട്ടി അല്ലെങ്കിൽ എത്ര കുട്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എങ്ങനെ പറയാമെന്നറിയോ? ഞാൻ കുട്ടിയെ കുളിപ്പിച്ചു. ഐ ബാത്ത്ഡ് ദ ചൈൽഡ്. ഐ ബാത്ത്ഡ് ദ ചൈൽഡ് ആൻഡ് എന്ത് ചെയ്തു? ഉറക്കി എന്നാണ്. പുട്ട് ഹിം ടു സ്ലീപ്പ് ആൻഡ് പുട്ട് ഹിം ടു സ്ലീപ്പ് എന്ന് പറയാം. ഇവിടെ ഹിം യൂസ് ചെയ്യാം, ഹർ യൂസ് ചെയ്യാം, ദം യൂസ് ചെയ്യാം. നമ്മൾ നേരത്തെ ബസ്സിൻ്റെത് പറഞ്ഞതുപോലെ തന്നെ. അതായത് ഇവിടെ ചൈൽഡ് എന്ന്, കുട്ടി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എത്ര കുട്ടി എന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ ഏത് കുട്ടി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐ ബാത്ത്ഡ് ദ ചൈൽഡ് ആൻഡ് പുട്ട് ഹർ ടു സ്ലീപ്പ്. അതുപോലെ തന്നെ ഐ ബാത്ത്ഡ് ദ ചൈൽഡ് ആൻഡ് പുട്ട് ദം ടു സ്ലീപ്പ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ദം എന്ന് പറയുമ്പം നമുക്ക് തോന്നും ഇവിടെ പ്ലൂരലാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അറിയില്ല. കുട്ടിയെ കുളിപ്പിച്ച് എന്ന് പറയുമ്പം നമുക്ക് അവിടെ ഹെറോ ഹിമ്മോ ഇനി ദം യൂസ് ചെയ്താലും തെറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആൻഡ് യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു. ഞാൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ആൻഡ് എന്ന കൺജക്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ വീട്ടിലെത്തി എന്നുള്ളതൊരു സെന്റൻസ് ആണ്, ഭക്ഷണം കഴിച്ചു എന്നുള്ളത് വേറൊരു സെന്റൻസ് ആണ് അല്ലേ. അപ്പം അതിനെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് പറയണം. ഞാൻ വീട്ടിലെത്തി, ഞാൻ ഭക്ഷണം കഴിച്ചു. ഇതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കേണ്ടി വരും അല്ലേ. ഞാൻ വീട്ടിലെത്തി, ഭക്ഷണം കഴിച്ചു. ഇത് ആൻഡ് യൂസ് ചെയ്ത് എങ്ങനെ പറയാം എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.